പുന്നിയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ കാതിരിയ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. പഞ്ചായത്തിലെ 13-14 വാർഡുകളിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി. എടക്കഴിയൂർ ഹൈസ്കൂളിലേക്കും തൊട്ടടുത്ത മദ്രസയിലേക്കും അടക്കം നിരവധി വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നുപോകുന്നത്. വെള്ളക്കുഴികളിൽ വീണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടവും പതിവായി. കാന പൂർത്തീകരിക്കാത്തതും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പൊതുപ്രവർത്തകനും സമീപവാസിയുമായ ജലീൽ കാര്യടത്ത് പറഞ്ഞു. ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മദ്രസകളിൽ സ്കൂളിൽ പോകുന്ന ഒരു തീരദേശ റോഡാണ് ഈ കാതിരിയ റോഡ്. ഇതിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു ഭരണസമിതി മെമ്പർമാരോ അല്ലെ പ്രതിപക്ഷങ്ങളോ ആരും ഇതിന് മുൻകൂർ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ ദുരന്തപൂർണമായ ജീവിതമാണ് ഇപ്പോൾ നടക്കുന്നത്. വെള്ളക്കെട്ടിന് സമീപത്ത് കാന നിർമ്മാണം പൂർത്തീകരിക്കാതെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ കാനയിൽ നിന്ന് വെള്ളം വലിയ തോതിൽ ഒഴുകിയെത്തുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇത് തുടർന്നാൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. നിരന്തരമായി MLA-യും MP-യും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിച്ചു പോകാനുള്ള ഒരു പദ്ധതിക്ക് ഈ പൊന്നേർ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോ ഒക്കെ മുൻകൈ എടുത്തല്ലാതെ ഇതിൽ പരിഹാരം ഉണ്ടാകാൻ സാധിക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ഇത്രയും രൂക്ഷമായി വെള്ളക്കെട്ട് ഈ കാതിരിയ ഭാഗത്തുണ്ടാകാൻ കാരണം കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഒരു 100 മീറ്റർ ഒരു പദ്ധതി ആവിഷ്കരിക്കും. അത് എവിടെയും എത്താത്ത നിലയ്ക്ക് ഒരു ആസൂത്രണമില്ലാതെ ഒരു ഗൃഹപാഠം നടത്താതെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കണ്ട പാവപ്പെട്ട ജനങ്ങൾ ദുരിതത്തിലാവുകയും വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നത്. TCV ചാവക്കാട്.